ഹായ് ഹലോ മുത്തുമണീസ്. രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റിട്ട് ഒരു ചൂട് ചായ കുടിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെ വാഴക്കൊല പഴുത്ത്. അപ്പം അതിനെ വെട്ടിയെടുക്കുന്ന പണിയിലാണ് അമ്മ. ഇനി വാഴപ്പഴം തീരുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ പുട്ടും പഴവും ആയിരിക്കും. എന്തായാലും പുട്ടും പഴവും തിന്ന് തിന്ന് മടുക്കും മുത്തുമണീസ്. ഇതാണ് ആ പഴം. ഇതിൽ കുറച്ച് ഭാഗം മാത്രമേ പഴുത്തുള്ളൂ. പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇതെന്ത് പഴമാണെന്ന് എനിക്കറിയത്തില്ല. ഏതാണ്ട് പച്ചച്ചിങ്ങനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് പഴുത്ത പഴത്തിന് ചെറിയ മഞ്ഞ കളറുണ്ട് കേട്ടോ തൊലിക്ക്. മറ്റേതാണെങ്കിൽ സാധാരണ പച്ചച്ചിങ്ങനാണെങ്കിൽ പഴുത്താലും അത് പച്ച കളർ തന്നെ ആയിരിക്കത്തില്ലേ. ഇതെന്തോ പക്ഷെ പച്ചച്ചിങ്ങനെ പോലത്തെ എന്തോ ഒരു പഴമാണ്. അറിയാവുന്നവർ കമന്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കഴിക്കാനും ടേസ്റ്റ് ഒക്കെ പച്ചച്ചിങ്ങനെ പോലെ തന്നെ ഏതാണ്ടൊക്കെ. ഇനി ഞാൻ റേഷൻ കടയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ അതിനു വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. ഈ മാസത്തെ റേഷൻ വാങ്ങാൻ പോകാനുള്ള ഒരു തിരക്കിലാണ്. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട് മുത്തുമണീസ്. സൺസ്ക്രീൻ മസ്റ്റാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മസ്റ്റാണ്. അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. എൻ്റെ ലിപ്പ് എപ്പോഴും ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും പുറത്ത് പോകുമ്പോൾ ലിപ് ബാം ഇടാറുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക് ഇല്ലാതെ എങ്ങനെ പുറത്തു പോകുമല്ലേ ഗൈസ്. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. അതിനുശേഷം ഒരു കണ്ണെഴുതി, പിന്നെ ഒരു പൊട്ട് വെച്ചു. ഇപ്പൊ സുന്ദരി ആയിട്ടില്ലേ. ഇനി ഞാൻ കുറച്ചൊന്ന് സ്റ്റൈല് നോക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞെന്ന്. അപ്പം ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരാം ഗൈസ്. ടാറ്റാ. ആളൊഴിഞ്ഞ് പൂരപ്പറമ്പെന്ന് പറഞ്ഞു വിട്ടിട്ടില്ല മുത്തുമണി. അതാണ് ഇത് ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ്. ഇന്നലെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രമാണ്. ഞാൻ റേഷൻ കടയിലെത്തി. റേഷൻ കടയിൽ ഒടുക്കത്തെ തിരക്കാണ്. അപ്പോൾ അവിടുത്തെ മാമൻ എന്നെ സൂക്ഷ്മം നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് ഞാൻ കാണിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ പുള്ളിക്കാരനൊരു ഡൗട്ട്, ഞാൻ വല്ല കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എന്നും ഇവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം എന്ന്. പിന്നെ എനിക്കൊരു പേടിയാ, വീട്ടുകാരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇനി വഴക്ക് പറയുമോ എന്നുള്ളത്. ഇവിടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകകരമായിട്ടുള്ള ഒരിതാണ്. പണ്ട് മുതലേ ഇതുവഴി പോകുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഇതിനകത്തൊന്ന് കയറി നോക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഒരുപാട് ക്ഷയിച്ച് കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പൊളിഞ്ഞു പോയിരിക്കുകയാണ്. പണ്ട് ഞങ്ങൾ ഇതിൽ വരുമ്പോൾ ഒരുവിധം ഫുള്ള് ഉണ്ടായിരുന്നു. ഈ വീട് പടിപ്പുര വീടാണ്. ഇവിടെ വെച്ചിട്ട് പണ്ട്, അതായത് ഞാൻ കുറച്ച് ചെറുതായിരുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് മറ്റേ പകിട 12 അങ്ങനെ എന്തോ ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. പടിപ്പുര വീടാണ്. ആ വീട്ടിലെ ഒരു പുള്ളിക്കാരനാണ് അവിടെ നോക്കുന്നത്. അപ്പം ഞാൻ പുള്ളിയുടെ അനുവാദം ചോദിച്ചു, ഞാനൊന്ന് ഇവിടേക്ക് ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിനെന്ത് ധൈര്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇതിനകത്ത് കയറുവാണ്. ഇതാണ് ഫസ്റ്റിൽ കയറുമ്പോൾ കാണുന്ന, അതായത് ഈ പടിപ്പുര കഴിഞ്ഞ് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അപ്പം അവര് പഴയതൊക്കെ ഒരുവിധം ക്ഷയിച്ചു പോയിരിക്കുന്നു. പിന്നെ എന്തോ അവരുടെ റിലേറ്റീവ് ആകേണ്ട ഒരു വീട് ഇപ്പുറത്ത് വച്ചേക്കുവാണ്. അത് കുറച്ച് വലിയ വീടാണ്. പിന്നീട് അവിടെ ഒരു അമ്മാമ്മ ഇരുന്ന് വിളക്കൊക്കെ കഴുകുന്നുണ്ട്. അപ്പം ഞാൻ അവരോടെയും കൂടി അനുവാദമൊക്കെ ചോദിച്ചു. അപ്പം എടുത്തോളാൻ പറഞ്ഞു. ഒരുപാട് പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ ഇത്. പക്ഷെ എനിക്കിത് കണ്ടിട്ട് നല്ലൊരു കൗതുകം. എനിക്ക് ഇങ്ങനത്തെയൊക്കെ പഴമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഇതിൽ കൂടെ പോകുമ്പോഴൊക്കെ വിചാരിക്കും ഇവിടെ ഒന്ന് ആള് കാണുവാണെങ്കിൽ അവരോട് ഒന്ന് ചോദിച്ചിട്ട് ഇവിടെ കയറി വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ പണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു, ചുറ്റിനും ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാടൊക്കെ പോയി. പിന്നെ അവിടെ ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പം പട്ടി അവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അകത്ത് കയറാൻ കുറച്ച് മടിയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ചെറിയ കുട്ടി വന്ന് അതിൻ്റെ അടുത്ത് നിന്നു. അപ്പം ഞാൻ ബാക്കിയൊക്കെ കയറി പിടിച്ചതായത് അവരുടെ മറ്റേ തുളസിത്തറയൊക്കെ കുറച്ചൊക്കെ നശിച്ചു പോയി. പിന്നെ ഇത് എന്തൊക്കെ സംഭവമാണ്. ഇതാണ് പടിപ്പുര. എനിക്ക് ഒരു ഭയങ്കര കൗതുകമായിട്ട് തോന്നിയ കാഴ്ചയാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. പക്ഷെ കാണുമ്പോഴത്തേക്ക് ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കിതിനകത്ത് കയറണമെന്നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ കയറിയില്ല. പക്ഷെ ഇതൊന്നുമല്ല, ഇതിനകത്ത് ഇപ്പോഴും അവർ താമസം ഉണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. കാര്യം എല്ലാം ഒരുവിധം അവശ നിലയിൽ ഇടിഞ്ഞ് തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അവര് പക്ഷെ ഇതിനകത്ത് താമസം ഉണ്ട് എന്നാണ് ഞാൻ ചോദിച്ചവൻ പറഞ്ഞത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ആ കുട്ടി കേട്ടോ. ആ കുട്ടി വന്ന് അവനെ ശാന്തമായിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടൊക്കെ നിന്നപ്പോൾ അവനൊന്ന് കുറച്ചൊന്ന് ഡൗൺ ആയി നിന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എടുക്കാനൊക്കെ പറ്റി. പിന്നെ എനിക്കിതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാൻ ഒരു മടിയായിരുന്നു. ഇതിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ്. പണ്ട് ഇവിടെ നല്ല എന്തോ നടുമുറ്റം അങ്ങനെ എന്തൊക്കെ സംഭവം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നത്. ഇവരിപ്പുറത്ത് പുതിയ വീട് വെക്കാനായിട്ട് കുറേ ഭാഗങ്ങളൊക്കെ ഇടിച്ചു മാറ്റിയതാണ് കേട്ടോ. നല്ല വലിയൊരു വീടായിരുന്നു പണ്ട്. എൻ്റെ ചെറുതിലെ ഇതുവഴി പോകുമ്പോഴൊക്കെ ഭയങ്കര അവിടെയൊക്കെ കണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ടും ഇവിടെ ആള് താമസം ഉണ്ടെന്ന് പറയുന്നതിലാണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്. അവരെങ്ങനെയാണോ ഇതിനകത്ത് താമസിക്കുന്നത്, ഫുള്ള് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ തടി കൊണ്ടുള്ള നിർമ്മിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊക്കെ ഏതാണ്ട് നിലം പൊത്താറായ പരുവത്തിൽ ഇരിക്കുവാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം ഞാൻ ഇങ്ങനത്തെയൊക്കെ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലും ഒരു ഇഷ്ടമൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ. പിന്നെ ഇത് അവരിപ്പോഴങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു ചെറിയ കുളം പോലത്തെ ഒരു സംഭവം. പിന്നെ ഇതാണ് പടിപ്പുര. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരിതൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വെക്കാനുള്ള ഒരു പ്ലാനിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ഞാൻ അവിടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. മുത്തുമണീസ്. പിന്നെ ഈ കാണുന്ന വയലും പാടങ്ങളും ഒക്കെ അവരതായിരുന്നു. വയൽപ്പാടം അവരതായിരുന്നു. ഈ കാണുന്ന കുറേ ഭാഗങ്ങളും ഫുള്ളും അവരതായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അമ്മയിൽ നിന്ന് അറിയാൻ പറ്റിയതാണ് ഈ വാഴപ്പാടം അങ്ങനെ ഈ സംഭവങ്ങൾ മൊത്തം അവരതായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൻ്റെ ഇങ്ങനെ ഫുള്ള് വന്നിട്ട് ഈ വാഴത്തോട്ടും കാണുന്ന ആ ഭാഗമൊക്കെ അവരതായിരുന്നു കേട്ടോ. ഈ സൈഡും ഫുള്ളും അവരതായിരുന്നു. ഇപ്പം ഇതൊക്കെ പല പല ആളുകളുടെ കയ്യിലാണ്. ചിലപ്പോൾ അവർ വിറ്റതാകാം. അതായത് റോഡിൻ്റെ രണ്ട് വശവും അല്ലെങ്കിൽ രണ്ട് സൈഡും വയലാണ്. ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വീട്ടിലെത്തി മുത്തുമണീസ് അങ്ങനെ കിട്ടിയ സാധനങ്ങളെന്ന് പറഞ്ഞാൽ റോസ് അരി. ഞങ്ങളിവിടെ റോസ് അരി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ റോസ് അരി എന്നാണ് പറഞ്ഞത്. റോസ് അരി കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അരിയാണ്. പിന്നെ വെള്ള അരി കിട്ടി. വെള്ള അരി നല്ല അരിയാണ്. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല ചോറുള്ള അരിയാണ്. നല്ല അരിയാണ്, കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം മണ്ണെണ്ണ കിട്ടി. ഈ മാസത്തെ മണ്ണെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ണെണ്ണ വാങ്ങാനായിട്ട് കുപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണെണ്ണ കിട്ടി. പിന്നെ മാവ് ഉണ്ടായിരുന്നു, ഗോതമ്പ് മാവ്. ചില മാസങ്ങളിൽ ഗോതമ്പായിട്ട് തരും. അപ്പം ഈ മാസം ഞങ്ങൾക്ക് മാവായിട്ടാണ് കിട്ടിയത്, കവർ മാവ്. 3 പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു പാക്കറ്റ് ഞങ്ങൾ യൂസ് ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ പച്ചരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം പച്ചരി ഇല്ലായിരുന്നു. അപ്പോൾ ഈ മാസം പച്ചരി ഉണ്ടായിരുന്നു. അപ്പോൾ പച്ചരി കിട്ടിയതുകൊണ്ട് കുറച്ച് നല്ല ഒരു ആശ്വാസമുണ്ട്. രാവിലത്തേക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ പച്ചരി ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ സൈഡിൽ തേങ്ങ. ഞങ്ങൾ രാവിലെ വെട്ടിയ കൊലയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉണ്ട്. അതിന് കുറേയൊക്കെ ഞങ്ങൾ വെട്ടിയെടുത്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ശുണ്ടാപ്പി ഇവിടെ കിടക്കുന്നു. ശുണ്ടാപ്പിയുടെ മുകളിൽ ആരായി ഇരിക്കുന്നത്? ഒരു കാക്കച്ചാലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ശുണ്ടാപ്പിയുടെ മുകളിൽ ഒരാൾ കയറി ഇരിപ്പുണ്ട്. എന്നെ കുറേ നേരം നോക്കിയപ്പോൾ ഞാനിനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറേ നേരം നോക്കിയിട്ട് പുള്ളിക്കാരൻ ചാടി അപ്പുറത്തോട്ട് പോയി. അതിനുശേഷം ഞാൻ ചുട്ടുമണീനെ നോക്കിയപ്പോൾ ചുട്ടുമണി അവിടെ ഭയങ്കര എന്തൊക്കെയോ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചൊക്കെ നിന്നു. ഇനി അവളുടെ കുറേ കോപ്രായങ്ങളും കുറേ ഇത് കാണിക്കുകയൊക്കെയാണ്. ഇനി ഭയങ്കര ജാടയാണ്. എന്തെങ്കിലും ചോദിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അവൾക്ക് ഭയങ്കര ജാടയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം അവളുടെ കളിയൊക്കെ നോക്കി അവളെ കളിപ്പിച്ചൊക്കെ നിന്നു. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടോണ്ട് പിന്നെ അവളിനി ഭയങ്കര ഷോ കാണിപ്പൊക്കെയാണ്. ഇനി കുറേ എന്തൊക്കെ കുത്തികളൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചെന്ന് തൊടാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇനി ചുട്ടുമണി കിടക്കാനുള്ള ഒരു വൃത്തിയാക്കലാണ്. തൂത്ത് വൃത്തിയാക്കിയിട്ടൊക്കെ അവൾ കിടക്കാറുള്ളൂ. ഭയങ്കര വൃത്തിക്കാരിയാണ് അവൾ.
അപ്പോൾ മുത്തുമണീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ മുത്തുമണീസ്.